ഹരി ഓം. ദശകം 32, ശ്ലോകം 5. പ്രാപ്തേ തുദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർത്ഥമപാരവാരിണ്യുദ്ഘൂർണമാന ശരണം യയൗ ത്വാം. പദച്ഛേദം നോക്കാം. പ്രാപ്തേ ത്വത് ഉക്തേ അഹനി വാരിധാരാ പരിപ്ലുതേ ഭൂമി തലേ മുനീന്ദ്രഃ. ത്വതു ഉക്തേ അഹനി, അതാണ് ത്വതുക്തേഹനി. അവിടെ ആയ്ക്ക് പകരമാണ് ആ പ്രശ്ലേഷ ചിഹ്നം വന്നിരിക്കുന്നത്. സപ്ത ഋഷിഭിः സാർത്ഥം അപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. അപ്പം ഈ മൂന്നാമത്തെ വരിയുടെ വാരി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു വര ഇട്ടിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഇപ്പുറത്തുണ്ട്. അപ്പം ഓരോ വരിയിലും ആ വൃത്തമൊക്കെ അനുസരിച്ചിട്ട് ഇത്ര അക്ഷരങ്ങളെ വരാൻ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പലയിടത്തും അങ്ങനെ വന്നിരിക്കുന്നത്. സപ്തർഷിഭി സാർത്ഥമപാരവാരിണ്യുദ്ഘൂർണമാന ശരണം യയൗ ത്വാം. ശരിക്കും സപ്ത ഋഷിഭി സാർത്ഥം അപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ വാരി എന്ന് പറഞ്ഞ് നിർത്തരുത്. സപ്തർഷിഭി സാർത്ഥം അപാരവാരിണ്യുദ്ഘൂർണമാന ശരണം യയൗ ത്വാം എന്ന് തന്നെ വായിക്കണം. പ്രാപ്തേ തുദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർത്ഥമപാരവാരിണ്യുദ്ഘൂർണമാന ശരണം യയൗ ത്വാം. ശ്ലോകം 5ൻ്റെ അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ആ സത്യവ്രത മുനിക്ക് പ്രളയം കാണാൻ കൊതിയാകുന്നു എന്ന് ഭഗവാനോട്, ആ മത്സ്യത്തോട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ മത്സ്യം ഭഗവാൻ പറഞ്ഞു, 7 ദിവസം നീ കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് മറഞ്ഞുപോയി. എന്നിട്ടോ ത്വതുക്തേ അഹനി പ്രാപ്തേ, ത്വതുക്തേ നിന്തിരുവടി അരുളി ചെയ്ത ദിവസം വന്നപ്പോൾ ഭൂമിതലേ വാരിധാരാപരിപ്ലുതേ, ഭൂമിതലേ ഭൂമിയെല്ലാം ജലധാരയിൽ മുങ്ങിപ്പോയപ്പോൾ, അപ്പോൾ ഭഗവാൻ പറഞ്ഞനുസരിച്ച് അരുളി ചെയ്തനുസരിച്ചുള്ള ആ ദിവസം വന്നപ്പോൾ ഭൂമിയെല്ലാം ജലധാരയിൽ മുങ്ങിപ്പോയി. അപ്പോൾ മുനീന്ദ്രഃ സപ്തഋഷിഭിः സാർത്ഥം അപാരവാരിണി ഉദ്ഘൂർണമാനഃ. മുനീന്ദ്രഃ ആ സത്യവ്രത രാജർഷി സപ്തഋഷിഭിः സാർത്ഥം, സപ്ത ഋഷികളോടൊപ്പം 7 ഋഷികളോടൊപ്പം അപാരവാരിണി ഉദ്ഘൂർണമാനഃ കരകാണാത്ത പ്രളയജലത്തിൽ ചുറ്റിത്തിരിയുന്നവനായിട്ട് ത്വാം ശരണം യയൗ, ത്വാം നിന്തിരുവടിയെ ശരണം പ്രാപിച്ചുവല്ലോ. ഭട്ടതിരിപ്പാട് പറയുന്നു, നിന്തിരുവടിയാൽ പറയപ്പെട്ട 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമണ്ഡലം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി വർഷധാരകളാൽ അങ്ങ് നിമഗ്നമായിപ്പോയി. അപ്പോൾ ഈ സത്യവ്രത മഹാരാജാവ് സപ്ത ഋഷികളോടുകൂടി കരകാണാത്ത പ്രളയജലത്തിൽ മുങ്ങിയും പൊങ്ങിയും സംഭ്രാന്തനായിട്ട് എന്ത് ചെയ്തു? അവസാനം നിന്തിരുവടിയെ ശരണം പ്രാപിച്ചു. അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? നമുക്ക് ഏക ശരണം ഭഗവാൻ മാത്രമേ ഉള്ളൂ. വലിയ ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചു, പ്രളയജലം കാണണമെന്നും പ്രളയം കാണണമെന്നൊക്കെ. ഭഗവാൻ അതെല്ലാം സാധിച്ചു കൊടുത്തു. അപ്പോഴാണ് അതിൻ്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലായത്. കര കാണാത്ത ആ പ്രളയജലത്തിൽ മുങ്ങിയും പൊങ്ങിയും ഭയങ്കരമായിട്ട് ഭയപ്പെട്ട് അവസാനം ഭഗവാനെ രക്ഷിക്കണമേ എന്ന നിന്തിരുവടിയെ തന്നെ ശരണം പ്രാപിക്കേണ്ടി വന്നുവല്ലോ. പ്രാപ്തേ തുദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർത്ഥമപാരവാരിണ്യുദ്ഘൂർണമാന ശരണം യയൗ ത്വാം.